ഒരു കൂട്ടത്തോടു കൂടി മേയറുടെ നേതൃത്വത്തിൽ ഒരു വറ്റം ആളുകൾ കടന്നു വന്ന് അവിടെ സമാധാനപരമായിട്ട് സത്യഗ്രഹം നടത്തിയിരുന്ന ആളുകളുടെ മേൽക്ക് ചാടി വീഴുകയായിരുന്നു. അവരെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. എന്നിട്ട് മിസ്റ്റർ രാജേഷിനോടുള്ള എൻ്റെ സ്നേഹപൂർവ്വമായിട്ടുള്ള അഭ്യർത്ഥനയാണ്, ഇങ്ങനെ ഗുണ്ടായിസം കൊണ്ടൊന്നും ഈ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല. അദ്ദേഹം വിചാരിക്കുന്നത് BJP-കാരെയോ RSS-കാരെയോ കുറച്ച് ഗുണ്ടകളെയൊക്കെ കൊണ്ടുവന്ന് ഈ എല്ലാവരെയും തല്ലി ഒതുക്കി ചവിട്ടി വീഴ്ത്തി എല്ലാം റെഡിയാക്കി അങ്ങോട്ട് ഭരിക്കാമെന്ന് കരുതിയാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം വിട്ടുകളുടെ സ്വർഗ്ഗത്തിൽ ജീവിക്കുന്നതാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. 10 മണി മുതൽ പാവപ്പെട്ട ആൾക്കാർ അപേക്ഷയും കൊണ്ട് മേയറെ കാണാൻ വരുമ്പോഴേക്കും മേയറെ കാണാൻ പറ്റില്ല, മേയറുടെ റൂമിൽ കയറാൻ പറ്റില്ല. എൻ്റെ റൂമിൽ ആർക്കും കയറാം, ഏത് സമയം തുറന്നിട്ടിരിക്കാനുള്ള. ഇത് പൂട്ടാറില്ല. സ്റ്റാഫിന് വരാം, ജനങ്ങൾ വന്ന് ഇവിടെ ഇരിക്കും. ഞാൻ വരുമ്പോൾ അവർക്ക് ആർക്കും ഇവിടെ വരാൻ പാടില്ല. അവരെല്ലാം ഭയപ്പെടുത്തി വിടുകയാണ്. സംഘർഷ സാഹചര്യം മനഃപൂർവ്വം സൃഷ്ടിച്ചതെന്നാണ് അവർ പറയുന്നത്. വേണമെങ്കിൽ പുറകിലെ ഗേറ്റിലൂടെ കടക്കാം, അതാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഗേറ്റിലൂടെ കടക്കാൻ വേണ്ടി വേറെ ആൾ നോക്കിയാൽ മതി. മുമ്പത്തെ ഗേറ്റിലൂടെ കടക്കാനല്ലേ എന്നെ മേയറാക്കിയിരിക്കുന്നത്. പുറകത്തെ ഗേറ്റിലൂടെ കടക്കുന്നവരെ അവർ കണ്ടിട്ടുള്ളൂ, മുമ്പത്തെ ഗേറ്റിലൂടെ കടക്കുന്നവരെ അവർ കണ്ടിട്ടില്ല. ഞങ്ങൾ മുമ്പത്തെ ഗേറ്റിലൂടെ കടക്കുന്നവരെ കടന്നില്ലേ, മുമ്പത്തെ ഗേറ്റിലൂടെ കടന്നില്ലേ, അവർ പുറത്ത് തന്നെ ഇരിക്കുകയല്ലേ, ഇതാ കടന്നിരിക്കുകയാണ് എല്ലാവരും. അതുകൊണ്ട് അതൊക്കെ കയ്യിൽ വെച്ച് അതൊക്കെ AK സെന്ററിൽ പോയി പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കട്ടെ, മേയറെ കാണാൻ വരുന്നവരെ രാവിലെ മുതൽ ഭീഷണിപ്പെടുത്തി വിടുക, മേയർ വന്നപ്പോൾ തന്നെ മുമ്പ് നിന്ന് കുറച്ചൊരു മുദ്രാവാക്യം വിളിക്കുക, അവരെ മുദ്രാവാക്യത്തിന് കീഴടങ്ങിയിട്ട് ഞാൻ തിരിച്ചു പോകണോ? എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തത്, കളക്ടർ സത്യപ്രതിജ്ഞ ഇവിടെ അയച്ചത് ജനങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടി മേയറുടെ റൂമിൽ നിന്ന് പ്രവർത്തിക്കാനാണ്. അതിനുവേണ്ടി വരുമ്പോഴേക്കും അതിൻ്റെ മുമ്പിൽ കസേര വിളിച്ചിട്ട് അവർക്ക് ചെയ്യാമല്ലോ, 2 സൈഡിലും സമരം ചെയ്യാമല്ലോ. ഞങ്ങളൊന്നും പറയില്ല. ഈ റോഡിൻ്റെ 2 സൈഡിലും അവർ സമരം ചെയ്യുന്നു. അവരുടെ സമരത്തിന് ഞങ്ങൾ എപ്പോഴും തള്ളി പറഞ്ഞിട്ടുണ്ട്. അവരെ സമരം ചെയ്യാനുള്ള അവകാശമാണ്, ഞങ്ങളതിനെ ബഹുമാനിക്കുന്നു, അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ മേയറുടെ റൂമിൽ കയറാൻ സമ്മതിക്കുന്നതൊക്കെ പറഞ്ഞാൽ അത് നടക്കുമോ? അതൊക്കെ അവരോട് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളൂ. പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ മേയറുടെ ഓഫീസിൽ ഒരു ദിവസം പോലും മേയറെ കയറാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമെങ്കിലും ഞങ്ങളിവിടെ സമരം നടത്തിയതിൻ്റെ റെക്കോർഡുകൾ കാണിക്കൂ. നിങ്ങളൊരു വിഷയമുണ്ടോ? ഞങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ അല്ല, ഞാനതിന് ആദ്യ ദിവസം തന്നെ മറുപടി പറഞ്ഞില്ല. എല്ലാ ദിവസം പറയണത് എന്തിനാ? അതിനൊക്കെ ആദ്യ ദിവസം പറഞ്ഞ മറുപടി തന്നെയാണ് കൂടുതൽ ഉറച്ചിരിക്കുകയാണ്. ആയിക്കോട്ടെ, ഞങ്ങളല്ലല്ലോ സർക്കാർ, കൊടുത്ത സർക്കാരിനെ ചോദിച്ചു നോക്കണം. നിങ്ങൾ ഇത് വല്ലതും പറയാം, അതൊക്കെ വിട്ടേ. അതാണോ അങ്ങനെ ഇവിടെ മാറാൻ പറ, ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കണം. അത് മാറ്റാൻ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്.